ഹലോ ഗൈസ്, അപ്പോൾ 2025 ആകാൻ പോകണല്ലേ. എത്ര പെട്ടെന്നൊരു വർഷം ഓടിപ്പോയത്. അപ്പോൾ 2024 നമുക്ക് എന്തെങ്കിലും ആഗ്രഹം ബാക്കിയുണ്ടെങ്കിൽ അത് സാധിക്കണമെന്നല്ലേ. അപ്പോൾ ഞങ്ങളുടെ കസിൻസ് എല്ലാവരും കൂടി ഒരു ട്രിപ്പ് പ്ലാൻ ചെയ്തായിരുന്നു കേട്ടോ. അപ്പോൾ എന്തോ സക്സസ്ഫുള്ളി ആയിട്ടുണ്ട്. ഇപ്പോൾ 28 29 ഞങ്ങൾ ഡേറ്റ് ഫിക്സ് ചെയ്ത് വെളുപ്പിന് ഒരു 5 മണിയൊക്കെ ആയപ്പോഴേക്കും വണ്ടി വന്നിട്ടുണ്ട് കേട്ടോ റോട്ടിൽ. അപ്പോൾ എല്ലാവരും ഒരു 5 മണിയായപ്പോൾ തന്നെ കറക്റ്റ് സമയത്തിൽ എത്തിയിട്ടുണ്ട്. പിന്നെ എല്ലാവരും വണ്ടിയിലോട്ട് ബാഗും സാധനങ്ങളൊക്കെ വെച്ചുകൊണ്ടിരിക്കുകയാണ്. പിന്നെ ഞങ്ങൾ ഇവിടെ നിന്ന് എടുത്തപ്പോഴേ ഒരു മാസത്തെ പ്ലാനിങ് അല്ലേ, വണ്ടി എടുത്തപ്പോഴേ എല്ലാവരും നല്ല വൈബായിരുന്നു കേട്ടോ. അപ്പോൾ ഞങ്ങൾ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് പിന്നെ ഉച്ചക്കത്തെ ലഞ്ചും വീട്ടിൽ നിന്ന് തന്നെ പ്രിപ്പറേഷൻ ചെയ്താൽ കൊണ്ടുപോയത് കേട്ടോ. നല്ല പണിയായിരുന്നു. രാവിലെ വെളുപ്പിന് തന്നെ മുട്ട ബിരിയാണി ഉണ്ടാക്കി, പിന്നെ രാവിലത്തെ കപ്പവും കടലക്കറിയും, പിന്നെ പൊറോട്ടയും വട്ടും കറികളും അതൊക്കെ ആയിരുന്നേ. നല്ല പോലെ ഈ ട്രിപ്പ് എന്തായാലും എൻജോയ് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. കാരണം കസിൻസ് മാത്രമല്ലേ ഉള്ളൂ, അപ്പോൾ അത് നല്ല വൈബായിരിക്കും. വണ്ടിയിലാണ് ലാവിഷ സ്ഥലവും ഉണ്ടായിരുന്നു, നല്ലോണം എൻജോയ് ചെയ്യാൻ പറ്റി. പിന്നെ ഒരു കാര്യം എന്ന് വെച്ചാൽ എനിക്കും കിച്ചനും പനിയായിരുന്നു കേട്ടോ. ട്രിപ്പ് പോണേന് 2 ദിവസം മുമ്പ് തന്നെ പനി തുടങ്ങിയിട്ടുണ്ടായിരുന്നു. പിന്നെ ട്രിപ്പ് പോകണല്ലോ എന്ന് ഓർത്തിട്ട് നല്ലപോലെ ആവി പിടിക്കാം അങ്ങനെയൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നെങ്കിലും അവിടെ ചെയ്യുമ്പോൾ പിന്നെ ചെല്ലുമ്പോൾ നമുക്ക് ക്ലൈമറ്റ് ചേഞ്ച് ആവുമല്ലോ. പിന്നെ അവിടെ ചെന്ന് കഴിഞ്ഞപ്പോഴേക്കും ചെറിയൊരു പനിയും കാര്യങ്ങളൊക്കെ ഉണ്ടായി. എന്നാലും പിന്നെ കുഴപ്പമില്ലായിരുന്നു, നല്ലോണം വൈബ് ചെയ്യാൻ പറ്റി. അവിടെ നിന്ന് ഞാൻ പിന്നെ ലൈവ് വീഡിയോസൊന്നും എടുത്തില്ലായിരുന്നു കേട്ടോ. ഞാൻ കുറച്ച് ഷോർട്സ് എല്ലാം എടുത്ത് വെച്ചിട്ട് വീട്ടിൽ വന്ന് എല്ലാം സെറ്റ് ചെയ്യാമെന്ന് ഓർത്തിരിക്കുമായിരുന്നേ. വണ്ടിയുടെ വിൻഡോ സൈഡിലിരുന്ന് ഓരോ കാഴ്ചകൾ കാണാൻ എനിക്ക് ഒത്തിരി ഇഷ്ടമായിരുന്നു കേട്ടോ. നമ്മൾ ഓരോ മൈൻഡിലോട്ട് പോയിക്കൊണ്ടിരിക്കില്ലേ കാഴ്ചകളെല്ലാം കാണുമ്പോഴേക്കും. ഞാൻ ലാസ്റ്റായിട്ട് ട്രിപ്പ് പോയത് പ്ലസ് 2 പഠിക്കുമ്പോഴായിരുന്നു കേട്ടോ. ഊട്ടി മൈസൂർ പോയതല്ലാണ്ട് പിന്നെ വേറെ അങ്ങനെ പോയിട്ടില്ലായിരുന്നേ. മാട്ടുപ്പെട്ടി ഡാം കാണാൻ വേണ്ടി ഇറങ്ങിയപ്പോഴേക്കും ഞങ്ങളുടെ ക്യാരറ്റൊക്കെ വാങ്ങിക്കാൻ വേണ്ടി കയറിയായിരുന്നു കേട്ടോ ഒരു കടയിൽ. ഒരു അമ്മൂമ്മ വിൽക്കണതായിരുന്നു കേട്ടോ. ഫ്രഷ് ക്യാരറ്റ് ആയിരുന്നു. അപ്പോൾ ക്യാരറ്റ് കടിക്കണ ഒരു ഫോട്ടോ എടുക്കാമെന്നും പറഞ്ഞ് ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുമ്പോഴേക്കും ക്യാരറ്റ് അഴിക്കാനേ പറ്റുന്നില്ല ഗൈസ്. റബ്ബർ ബാൻഡ് ഇട്ടിട്ട് നല്ല പോലെ അത് കെട്ടിവെച്ചേക്ക് വരുന്നുണ്ട്. പിന്നെ എങ്ങനെയൊക്കെ ഞാൻ അഴിച്ചെടുത്ത് പിന്നെ ഞങ്ങളതൊരു ഫോട്ടോ എടുത്ത് ഞാൻ മെൻഷൻ ചെയ്യാം ഈ വീഡിയോയിൽ. പിന്നെ ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങിക്കഴിഞ്ഞപ്പോഴേക്കും ഞങ്ങളത് ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ടൊരു നല്ല സ്ഥലത്ത് ഇറങ്ങി. അങ്ങനെ ഞങ്ങളത് ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ചു. പിന്നെ ഫോട്ടോയൊക്കെ എടുക്കണമെന്നൊക്കെ പറഞ്ഞ് തേയിലത്തോട്ടത്തിൽ നിന്ന് മിക്കവരും മൂന്നാർ പോകുമ്പോൾ അങ്ങനെയുള്ള വീഡിയോയും ഫോട്ടോയൊക്കെ എടുക്കണം കണ്ടിട്ടുണ്ട്. അപ്പോൾ ഞങ്ങളത് അങ്ങനെ ഒരു നല്ലൊരു സ്ഥലം നോക്കി ഇറങ്ങി. അവിടെ ചെന്ന് കഴിഞ്ഞിട്ട് ഞങ്ങൾ പിന്നെ കുറച്ച് നേരം ഫോട്ടോഷൂട്ട് വീഡിയോ ഷൂട്ടൊക്കെ ഇരുന്നിട്ട് എല്ലാവരും കുറേ നേരം പിന്നെ അവിടെ നിന്ന് ഓരോ ഫോട്ടോയും വീഡിയോ ഒക്കെ എടുക്കലായിരുന്നു കേട്ടോ. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. പിന്നെ ഞങ്ങൾ അവിടെ നിന്ന് അതെല്ലാം കഴിഞ്ഞിട്ട് ഞങ്ങൾ പിന്നെ വഴിയിൽ വന്നിട്ട് ഉച്ചക്കത്തെ ഭക്ഷണം കഴിക്കാൻ വേണ്ടി ഇറങ്ങിയായിരുന്നു കേട്ടോ. അപ്പോൾ വീട്ടിൽ നിന്ന് മുട്ട ബിരിയാണി ഉണ്ടാക്കി കൊണ്ടുപോയി, അത് കഴിച്ചു. അത് കഴിഞ്ഞിട്ട് ഞങ്ങളിത് പിന്നെ നേരെ റിസോർട്ടിലോട്ടാണ് കേട്ടോ പോയത്. വൈകിട്ടായപ്പോഴത്തേക്കും റിസോർട്ടിൽ എത്തിയിട്ടുണ്ടായേ. ഈ റിസോർട്ട് ഇരിക്കുന്നത് കല്ലറ മാങ്കുളത്തായിരുന്നു കേട്ടോ. മിസ്റ്റി കാർഡ്മോം റിസോർട്ട് ഹിൽസ് ആണ് കേട്ടോ. ആദ്യം ഒന്ന് കണ്ടപ്പോൾ ഭയങ്കരമായിട്ടും പേടി തോന്നിയായിരുന്നു കേട്ടോ. മൂന്നാമതിലുള്ള ഫിലിമിൽ ആ ഒരു ഏരിയയിൽ കറക്റ്റ് അങ്ങനത്തെ ഒരു ഫീലിങ്സാണ് എനിക്ക് തോന്നിയത് കേട്ടോ. കുറേ ഏലക്കത്തോട്ടങ്ങളാണ്, കുറേ കുന്നു കയറി ചെല്ലുമ്പോൾ ആ ഒരു റിസോർട്ട്. പക്ഷെ നല്ല ഭംഗിയാണ്. നമുക്ക് ആദ്യമൊക്കെ ആ ഒരു പേടി തോന്നുമെങ്കിലും പിന്നെ അവിടെ വൈബ് അടിച്ച് കഴിയുമ്പോഴൊക്കെ എല്ലാവർക്കും നന്നായിട്ട് ഇഷ്ടമാവും കേട്ടോ. ഒത്തിരി നടക്കാനുണ്ടായി. അപ്പോൾ എനിക്ക് കാലവേദന എടുക്കണം എന്നപ്പോൾ ഒരാളെ എടുത്താണ് കേട്ടോ. പിന്നെ നൈറ്റ് ആയപ്പോൾ ക്യാമ്പ് ഫയർ ഒക്കെ ഉണ്ടായി. പിന്നെ നമ്മൾ രാത്രിയൊക്കെ കിടന്നുറങ്ങി. പിന്നെ രാവിലെ ആയപ്പോഴേക്കും ഒരു 10 മണിയൊക്കെ ആയപ്പോഴേക്കും റൂം ചെക്കൗട്ട് ചെയ്ത് കേട്ടോ. അത് കഴിഞ്ഞിട്ട് ഞങ്ങളത് ആനക്കുളത്തേക്കാണ് കേട്ടോ പിന്നെ പോയത്. അവിടെ ചെന്നപ്പോഴേക്കും ആനക്കുളം കറക്റ്റ് സ്പോട്ട്, അവിടെ നമുക്ക് കുളിക്കാൻ പറ്റാനുള്ള വെള്ളമൊന്നും ഉണ്ടായില്ല. അവിടെ നിന്ന് കുറച്ചുകൂടെ മുന്നോട്ട് വന്നപ്പോഴേക്കും ഈ ഒരു പ്ലേസ് ഞങ്ങൾ കണ്ടു കേട്ടോ. അയ്യോ അടിപൊളിയായിരുന്നു കേട്ടോ. എനിക്ക് പനി ആ സമയപ്പോൾ ഒന്നും കൂടെ കൂടിയ വേണ്ടിയിട്ട് എനിക്ക് ഇറങ്ങാൻ പിന്നെ മടിയായിരുന്നു. ഇറങ്ങണില്ലെന്ന് തീരുമാനിച്ചെങ്കിൽ എല്ലാവരും കുളിക്കണം കണ്ടപ്പോൾ പിന്നെ കൊതിയായിട്ടാണ്. പിന്നെ പനിയൊന്നും നോക്കാണ്ട് ഞങ്ങൾ രണ്ടുപേരും ഇറങ്ങി കുളിക്കുകയൊക്കെ ചെയ്തേ. പിന്നെ കുറച്ച് ഫോട്ടോസൊക്കെ എടുത്ത് പിന്നെ അവിടെ നിന്ന് ഞങ്ങൾ ഉച്ച കഴിഞ്ഞ് ഇറങ്ങി. പിന്നെ ഞങ്ങൾ അടമാലി എത്തിയിട്ട് വന്ന് മന്തി കഴിച്ച്. അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ പിന്നെ രാത്രിയിൽ മൊത്തം എല്ലാവരും നല്ല വൈബടിച്ച് ഡാൻസ് കളിയും പാട്ടൊക്കെ വരുന്നു കേട്ടോ. അപ്പോൾ ഞങ്ങളുടെ മൂന്നാർ ട്രിപ്പ് ഇത്രയേ ഉള്ളൂ. അപ്പോൾ എല്ലാം ലൈക്ക് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. ബൈ.